നടന്മാരെ വിലയിരുത്തുന്നത് കൂടുതൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. പക്ഷെ അതേ താങ്കൾ തന്നെ ഇപ്പോൾ പളുങ്കിലെയും കറുത്തപക്ഷിയിലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടിക്ക് ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു സംസാരമാണ്. നേരെ ചൊവ്വ എന്ന് പറയുന്ന മനോരമയിലെ ആ ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അന്ന് വളരെ അധികം സിനിമയിലൊക്കെ സജീവമായിരുന്ന നമ്മുടെ ജഗതി ചേട്ടന്റെ, അമ്പിളി ചേട്ടന്റെ ഉത്തരങ്ങളാണ്. പലപ്പോഴും അമ്പിളി ചേട്ടൻ തന്റെ അഭിപ്രായങ്ങൾ വളരെയധികം കൃത്യമായിട്ട് തുറന്നു പറയുന്ന ഒരു മനുഷ്യനാണ്. ഒരിക്കലും തന്നെ പോലെ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ ഒരിക്കലും മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് കഴിയില്ല എന്ന് ഒരിക്കൽ നന്നായിട്ട് വിശ്വസിച്ചിരുന്ന മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്. അതിനിടയ്ക്ക് തന്നെ ചോദ്യത്തിനിടയ്ക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൊടുക്കണോ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു? ഒരു നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടനല്ല മമ്മൂട്ടി എന്നൊരു അഭിപ്രായം താങ്കൾക്ക് ഉണ്ടായിരുന്നു. അഭിപ്രായം മാറ്റണോ എന്നൊക്കെ തിരിച്ച് അദ്ദേഹം വളരെ രൂക്ഷമായി ചോദിക്കുന്നുണ്ട്. എന്തായാലും തെറ്റുപറ്റി ഇദ്ദേഹത്തിന് എന്ന് മാത്രമാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. എങ്ങനെയാണ് തെറ്റുപറ്റിയത്? ജഗതി ചേട്ടൻ മമ്മൂട്ടിയെ കാണുന്നതില്, ജഗതി ചേട്ടന് മമ്മൂട്ടിയെ അളക്കുന്നതില് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് വെളിപ്പെടുത്താൻ തോന്നുന്നു. ആ വീഡിയോ പരിപൂർണമായി കണ്ടിട്ട് നമുക്കൊരല്പം സംസാരിക്കാനുണ്ട്. സ്കിപ്പ് ചെയ്ത് പോകരുത്. നടന്മാരെ വിലയിരുത്തുന്നതിന് കൂടുതൽ താങ്കൾ ഒരിക്കൽ പറഞ്ഞത് താങ്കൾ ഉൾപ്പെടെ 5 നടന്മാരാണ് മലയാളത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കാൻ കഴിവുള്ളവർ. ആ 5 പേരിൽ താങ്കൾ മമ്മൂട്ടിയെ പെടുത്തിയില്ല. പക്ഷെ അതേ താങ്കൾ തന്നെ ഇപ്പോൾ പളുങ്കിലെയും കറുത്തപക്ഷിയിലെയും അഭിനയം കണക്കിലെടുത്ത് മമ്മൂട്ടിക്ക് ഈ വർഷത്തെ മികച്ച നടൻ അവാർഡ് കൊടുക്കാത്തതിനെതിരെ താങ്കൾ സംസാരിച്ചു. ഇപ്പോൾ മമ്മൂട്ടിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യമാണ്. അത് പലരും തെറ്റി. ഒന്നുകിൽ ആ വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അഭിനയ ശാസ്ത്രത്തെ പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് പറയാമോ. മെയ് വഴക്കം എന്നാണ് അതിന്റെ അർത്ഥം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത്. മോഹൻലാലിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഡാൻസ് ചെയ്യും, വില്ലൻ വേഷം കിട്ടും, ക്യാരക്ടർ റോൾ ചെയ്യും, ആംഗ്രി യങ് ഹീറോ അത് ചെയ്യും. അങ്ങനെ ഡിഫറെന്റ് റേഞ്ചസ് ടച്ച് ചെയ്ത് ഇപ്പൊ മമ്മൂട്ടിക്കും ഏത് തരത്തിലുള്ള റോളുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നടനല്ലേ മമ്മൂട്ടി. അത് ഇപ്പൊ ഈ മറ്റേ ബ്ലസ്സിയുടെ പടത്തിലും കറുത്ത പക്ഷികളുടെ പടത്തിലൂടെ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കഥാപാത്രമായിട്ട് മമ്മൂട്ടി വന്നത് എന്റെ അഭിപ്രായത്തിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ മാറ്റണോ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ അഭിനയത്തിന് ശാസ്ത്രം അനുസരിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തേങ്ങത്തെ ശാസ്ത്രമാണെങ്കിലും നന്നായിട്ട് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുക ഒരു കഥാപാത്രത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് മോഹൻലാലിന് ചെറിയൊരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ലോ ക്ലാസ് കമ്പാരിസൺ ആയിപ്പോയി അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഒരു ഫാൻ ഫൈറ്റിലൊക്കെ ആളുകളൊക്കെ പറയുന്ന, ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യമാണ്, മമ്മൂട്ടിയേക്കാൾ ഏറ്റവും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അത് മോഹൻലാലാണ്. ഒരു സംശയമില്ല. കാരണം മമ്മൂട്ടിക്ക് ഡാൻസ് അറിയില്ല, മോഹൻലാലിന് ഡാൻസ് അറിയും. മമ്മൂട്ടിക്ക് തമാശ പറ്റില്ല, മോഹൻലാലിന് തമാശ പറ്റും. എന്നിങ്ങനെയുള്ള ഒരുപാട് വർത്തമാനങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ ഫാൻ ഫൈറ്റിന്റെ കാര്യത്തിലൊക്കെ അത് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ്. തമാശ രംഗമായിട്ട് ഇപ്പോഴത് ഈ ഫാനുകൾക്കിടയിൽ അത്തരം മൊയന്ത് വർത്തമാനങ്ങൾ ഇപ്പോഴും നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ വലിയ കൺഫ്യൂഷൻ വെച്ചാൽ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നതാണോ അഭിനയം? നന്നായിട്ട് തമാശ പറയുന്നതാണ് അഭിനയം? നല്ല കോമഡി രംഗങ്ങൾ ചെയ്യുന്നതാണ് അഭിനയം? ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് തോന്നിയത് കിട്ടുന്ന വേഷങ്ങൾ അത് അതിഗംഭീരമായിട്ട് ആളുകളെ മനസ്സിന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ മാത്രമായിരിക്കും ഒരു പാട്ട് വരികയും അതിന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പേരിൽ ഒരു അഭിനേതാവിനെ കണക്കുകൂട്ടുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത് ഇന്ത്യൻ സിനിമയിൽ മാത്രമാണ് സംഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിദേശ സിനിമയിലേക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ, അമ്മ മരിച്ചു കഴിഞ്ഞാൽ, കാമുകി വിട്ട് പോയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗംഭീര സൗണ്ട് സ്കോറിങ്ങും ആ സൗണ്ട് സ്കോറിന്റെ ഭാഗമായിട്ട് ഏകാന്തമായി നടക്കുന്ന ചില രംഗങ്ങളൊക്കെ, അത്തരം സംഭവങ്ങളും നമുക്ക് അത്തരം ഒരു സങ്കല്പനം പോലും നമ്മുടെ ഒരു വിദേശ സിനിമാ രംഗത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കതൊക്കെ ഉണ്ട്. സങ്കടം വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരിക, ആ പാട്ടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നായകൻ നടക്കുന്നതും ആ പാട്ടിന്റെ ഇടയ്ക്ക് ഒരുപാട് സംഭവ വികാസങ്ങൾ സംഭവിക്കുകയും വളരെ പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് സിനിമ കൊണ്ടുപോകുന്ന രീതി നമുക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളത്തിൽ നിന്ന് ചിന്തിച്ച സമയത്ത് ജഗതി ചേട്ടൻ ഈ മലയാളത്തുകാരൻ മാത്രമായിട്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കാം മോഹൻലാലിന് ഡാൻസ് അറിയാം, പക്ഷെ മമ്മൂട്ടിക്ക് ഡാൻസ് അറിയില്ല, അതുകൊണ്ട് അദ്ദേഹം ഒരു ഫ്ലെക്സിബിൾ നടനല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടി വന്നത്. പക്ഷേ കാലമേറെ കഴിയുന്നു. ജഗതിച്ചേട്ടൻ എന്തോ അദ്ദേഹത്തിന് വയ്യാതെ ഇരിക്കുന്ന വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഒരു ആക്സിഡന്റ് അദ്ദേഹത്തെ അവിടെ തളർത്തി കളഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോഴും ആ ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പുതിയ പിള്ളേര് ജഗതിച്ചേട്ടനെ വെച്ചിട്ട് എന്തൊക്കെ വേഷങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് തരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
അദ്ദേഹം ഒരു ദ ഗ്രേറ്റ് ആക്ടർ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം ഒരിക്കൽ മഹാനായ നൃത്തം അറിയുന്ന ആളുകളൊക്കെ എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ലാൽ എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന പടങ്ങളാവട്ടെ, ഇപ്പൊ ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത് ഏകദേശം നന്നായിട്ട് എയറിൽ കയറി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒടി എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ശേഷം, ശ്രീകുമാർ സംവിധാനം ചെയ്ത് നശിപ്പിച്ച ആ ഒരു സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന നടന് കിട്ടുന്ന സിനിമകൾ, അല്ലെങ്കിൽ അദ്ദേഹം സെലക്ട് ചെയ്യുന്ന സിനിമകൾ മിക്കതും പരാജയപ്പെടുന്നു. ഒപ്പം തന്നെ ഒരു സേഫ് സോണിൽ നിന്നിട്ട് കളിച്ചു പോവുക എന്ന് പറയുന്ന രീതിയിലുള്ള ചില സിനിമകൾ മാത്രമാണ് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നമ്മുടെ മുമ്പിലേക്ക് ചെയ്തു വെക്കുന്നത്. അപാരമായിട്ട് ഡാൻസ് കളിക്കാൻ അറിയുമെന്നുള്ളത് കൊണ്ട് അതൊരു നടന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നടൻ ഏറ്റവും നല്ല നടനായിട്ട് മാറുമായിരുന്നെങ്കിൽ ഈ 2024 ഇറങ്ങിയ മോഹൻലാലിന്റെ സിനിമകൾ എല്ലാതും 100% വിജയിക്കണമായിരുന്നു, അതിഗംഭീരമായിട്ട് വിജയിക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ വിജയിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുക എന്നത് മാത്രമല്ല, അല്ലെങ്കിൽ ശരീരം ഭയങ്കര മെയ്വഴക്കം ഉണ്ടാവുക എന്ന് മാത്രമല്ല, മമ്മൂട്ടി എന്ന് ചെയ്യുന്ന ആ ഒരു മനുഷ്യൻ ചെയ്യുന്ന മെത്തേഡ് ആക്ടിങ് പോലും അഭിനയമാണെന്നും, അത് നമ്മുടെ മുമ്പിലേക്ക് അതിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വേഷങ്ങൾ, മമ്മൂട്ടി എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഒട്ടുമില്ലാത്ത, ജഗതി ചേട്ടന്റെ വാക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഒട്ടുമില്ലാത്ത, ഡാൻസ് കളിക്കാൻ അറിയാത്ത ആ ഒരു മനുഷ്യൻ ഈ 74ാമത്തെ വയസ്സിലും ഇങ്ങനെ ഉറച്ച് പുത്തൻ വേഷങ്ങളുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഏത് മഹത്തരമായിട്ടുള്ള അഭിനേതാവാണ് നമ്മുടെ ലോകത്തുള്ളതെന്ന് നമുക്കിപ്പോൾ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇതിനേക്കാൾ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് ഇതിന് താഴത്ത് ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ചാനലാണ് ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഇതുപോലത്തെ വിഷയങ്ങൾ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ഒപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ.